ഹലോ ഗൈസ്, എല്ലാവർക്കും ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ആഴ്ചയാണ് റോബ്ലോക്സിൽ ഗിഗാ മാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമായിട്ടാണ്. ഇതിന് മുന്നേ 2 പാർട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ 3ാമത്തെ പാർട്ടാണ്. അത് പാർട്ട് 3 ആണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഗൈസ്, നമ്മൾ വീഡിയോക്ക് പോവാം. ഇന്ന് എൻ്റെ കൂടെയുള്ള 3 ആൾക്കാരില്ല. നമുക്ക് അന്ന് വെറുതെ കൊണ്ട് പൈസ എടുക്കാനായിട്ട് പുറത്ത് കൊണ്ട് വന്നിരുന്നു, കുറച്ചും കൂടി പൈസ എടുക്കാനായിട്ട്. പൈസ നമുക്ക് ഉള്ളിൽ നമ്മൾ 3 കൂട്ടുകാരിൽ നിന്ന് ചെയ്യുക. അതായത് ഗെയിമർ ബോയ്, പിന്നെ അതുപോലെ തന്നെ ഗെയിമർ ബോയ് ചെയ്യുക, ഡാർക്ക് വാർ ചെയ്യുക, ഡേഞ്ചർ ഗെയിമർ ചെയ്യുക. ഒരു 3 ആളും ഇനി വരുമ്പോൾ നമുക്ക് എന്തായാലും സെറ്റാക്കണം. ഇതിൽ ടീമായിട്ട് നമുക്ക് കളിച്ചോണം ഗൈസ്. ഞങ്ങൾ ഇത് മാത്രമല്ല ഹൊററും വിടും കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് അതും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്കൗട്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഇനി മുതൽ വിടും. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ ഇതൊക്കെ ഒന്നുകൂടി കഴിച്ചോട്ടിട്ടാണ് ഞങ്ങളിതിങ്ങനെ കളിക്കുന്നത് തന്നെ ഗൈസ്. ഇതിന് നമുക്ക് പണികൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ആദ്യം പുറത്തൊന്ന് പോയേക്കണം. പിന്നെ ഇതിൻ്റെ പുറത്താണ് പണികളുള്ളത് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഗൈസ്. നമ്മൾ ലൈറ്റൊക്കെ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഉണ്ട്. പൈസ ഇതാണ് പ്രശ്നം. പൈസ എടുക്കട്ടെ. എടുത്തിട്ടുണ്ട് ഗൈസ്. അതെ, കുറച്ചും കൂടി പൈസ ആവുന്നുണ്ട് ഗൈസ്. കുറച്ചും കൂടി പൈസ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ചൊന്നും നടന്ന് നോക്കട്ടെ. പെട്ടെന്ന് കഴിയും. നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്നുകൊണ്ട് പോയേക്കാം. പൊളിച്ചാലോ ചാട്ടം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇത്ര ആയുള്ളതിൻ്റെ അടിയിൽ വരണേ. പക്ഷെ നമുക്ക് വേറെ സ്വിമ്മിങ് പൂളും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ വേറെ വലുതുണ്ട്. സെറ്റ് സാധനമാണ്. ഇവിടെ അല്ലേ ഞാൻ പണിയെടുക്കണം. അവിടെ തന്നെ ഇവിടെ നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെ ഞാൻ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടാണോ നോക്കാം. ഇതെന്താ ഇവിടെ വരുന്നത്? ഓ, ഇതാണ് തോന്നിട്ട് 100 കൊണ്ടൊക്കെ സെറ്റപ്പ്. ഇതന്നെയാണെന്നറിയില്ല. ഇതിനുള്ളിൽ കൂടെ പോയോട്ടെ. ഇവിടെയാണ് തോന്നിട്ട് അതിൻ്റെ പണി വരുന്നത്. ഇതെല്ലാം അറിയില്ല ഗൈസ്. ഇതാണെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ളത് സെറ്റപ്പുള്ള ഇത് തന്നെയാണ്. ഇതെന്താ സംഭവം ഇവിടെ വരുന്നതെന്ന് മനസ്സിലാവും. നമുക്ക് ഈ വീടിന് പറ്റില്ല. ലിസ്റ്റിൽ പറ്റുക 41.0 ആയിക്കണം ഗൈസ്. പ്ലസ് ഒന്നും കൂടെ പേടിച്ച്. വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. നമ്മളതിലുള്ള പൈസ കഴിഞ്ഞു. പൈസ 1.87 മില്യൺ ആയിട്ടുള്ളൂ. ഞാനോ അവർക്ക് നമുക്ക് വീണ്ടും ഒന്ന് റൈഡ് ആയിട്ട് തരാം. പ്രാവശ്യം ഞാൻ എന്തായാലും താറന്നെ എടുക്കണം. കാരണം വല്ല ഓഫ് റോഡ് ഉണ്ടെങ്കിൽ വല്ല ഓഫ് റോഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ താറന്നെ എടുക്കണത്. താറുകൊണ്ട് കുറച്ച് പോയപ്പോൾ ഇവൻ്റെ കൂടെ എനിക്ക് ഗൈസ്. ഇതാണ് വീട്. ഇതേപോലെ ഈ ഭാഗത്ത് വരണേ. ഇതേപോലെ നമുക്ക് ഇതൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ 2 റൗണ്ട് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ചുകൂടി നല്ല പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടിയിൽ കണ്ട് പോയേക്കാം.
പാർക്കിങ്ങിൽ പോയേക്കാം. ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ 11 മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം. ഓ ഗൈസ്, ഇത് നേരത്തെ അപ്പോൾ ഗൈസ് നമുക്ക് കണ്ട് പോയേക്കാം. അപ്പുറത്തെ റോട്ടിലേക്ക് പോയേക്കാം ഗൈസ്. കുറച്ചെല്ലാം പോകാം. അപ്പുറത്തൊരു സിറ്റി ഉണ്ട്, ഈ തൂക്കുപാലം കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് നമുക്ക് പോയേക്കാം. നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് വരാം ഗൈസ്. പെട്രോൾ ഇല്ലയെന്നാണ് എൻ്റെ സംശയം, കാരണം കുറേ ദിവസമായി ഞാൻ പെട്രോൾ അടിച്ചിട്ട്. ഗെയിമർ ബോയും ഡേഞ്ചർ ഗെയിമറൊക്കെ ഇപ്പോഴത്തെ കുറച്ച് ദിവസം മുന്നേ ഈ സിറ്റിക്ക് വന്നിന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ട് വന്നിട്ട് തന്നെ ചെയ്യാം. ഒരു പറഞ്ഞ പെട്രോൾ പമ്പ് ഇതാണ്. അപ്പോൾ സംഭവം ഇത് പെട്രോൾ അടിച്ചാൽ പറ്റും. പെട്രോൾ അടിച്ചാൽ പറ്റില്ല ഗൈസ്, പറ്റിച്ചു. ഇതുപോലെ ജില്ലയിൽ കൂടി പറ്റുമല്ലാണ്. അപ്പോൾ ബാങ്ക് ഉണ്ട് കാണുന്നുണ്ടല്ലോ ഗൈസ്. ബാങ്കല്ല, ബിൽഡിങ്ങുകൾ. അത് പാർക്കിങ്ങിൻ്റെതാണ്, പാർക്കിംഗ് ഏരിയ ആണ്. മുകളിലോട്ട് ഇന്നുണ്ടല്ലോ, ഇതിൻ്റെ മുകൾക്ക് ഗൈസ്. നമ്മളെന്തായാലും അടിയിലേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എന്തായാലും പൈസ ആയിക്കോ ഇതിനുള്ളിൽ. ഗൈസ് നല്ല ഇതാട്ടോ ഗൈസ്. അതിൽക്കൂടി ഇങ്ങനെ വരുമ്പോൾ നല്ല ഡാമേജ് നോക്കണ്ടേനൊരു കുറേ ഇടിച്ചെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത്ര ഇതുണ്ടാവില്ല. നല്ല സ്പീഡുണ്ട് ഗൈസ് ഇവിടെ സംഭവം. എന്തായാലും ഇവിടെ നിന്ന് പോയൊക്കെ എന്തോ ഒരു ബിൽഡിംഗ് കളിക്കുമ്പോഴത്തേനും ഗൈസ് അങ്ങോട്ടുള്ള റോഡ് തന്നെ വന്നു. ഒരു ബിൽഡിങ്ങുള്ള റോഡാണ് ഗൈസ്. ഇത് ബാങ്കാ തോന്നുന്നു. ഓ ഗൈസ്, ഇതെന്താ ഗൈസ്, റേസ് സ്റ്റേഡിയോ. നമ്മളൊന്ന് റേസ് വെച്ചോളൂ വെറുതെ. നമുക്കൊന്ന് തിരിച്ചിട്ട് ബസ് തന്നെ നോക്കാം. നമ്മൾ ഇടയിൽ കൂടി നമ്മൾ അങ്ങനെയൊക്കെ എത്തുന്ന തോന്നുന്നു ഗൈസ്. അല്ല, അത്യാവശ്യം കുറച്ചൊക്കെ കണ്ട് എത്തും. ബസ്സിൽ നിന്ന് തുടങ്ങി നോക്കാം. ഓ ഗൈസ്, ഇപ്പോൾ മനസ്സിലായി. ഞാൻ കാണിച്ചുതരാം. സ്പീഡിലേക്ക് വിട്ട് കാണിച്ചു തരാം. മെസ്സേജൊക്കെ വരും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇത് ഫോണിലാണ് ഗൈസ് കളിക്കുന്നത്. അല്ലെങ്കിൽ ലാപ്ടോപ്പ് സൗണ്ടോ ഒക്കെ എന്താണെന്ന് ക്ഷമിക്കുക. അതായത് ആരെങ്കിലും ലാപ്ടോപ്പിൽ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാ കമൻറ്റ് ചെയ്യാം. ഗൈസ്, ഇതിൽ കൂടി ഇങ്ങനെ പോവാ. അങ്ങനെയാണ് അപ്പോൾ സംഭവം എടുത്തിട്ടോ ഗൈസ്. ഒരു സിമ്പിളാണ് ഒരു വഴി ഗൈസ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് 3 laps ആണെന്ന് തോന്നുന്നു. കമ്പത്തിന് എത്തുകയാണോ? 3 laps ആണ്. അപ്പോൾ ഒന്ന് തീർത്തൊക്കെ വെറുതെ. കറക്റ്റായിട്ട് വളയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, ഇപ്പോൾ കണ്ടതല്ലേ, അത്
കൃത്യമായിട്ട് വളയാക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ മറ്റേ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ളതിന്. ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. വേണ്ടി വയസ്സ് ഈ സൈഡ് കൂടിയിട്ട് ഞാൻ വന്നത് നേരത്തെ നല്ല പവറുണ്ട് തോന്നുന്നു. ഇതിൻ്റെ പുറത്തേക്ക് ഉള്ളതാണ്. താഴത്തേക്ക് റോഡ് ഇല്ലേ എൻ്റെ റേഡിയാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. യെസ്, ഇവിടെ ഒന്ന് പോയി നോക്കിവിടെ അസ കാണാൻ നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് പോയേക്കാം. മതി. നമ്മൾ തോനെ പൈസ ആയിട്ടുണ്ടാവും. എന്തായാലും പൈസ എന്തായാലും തോനായാലും നമുക്ക് എടുക്കണ്ടല്ലോ. പെട്ടെന്ന് പാനത്തിൽ കൂടെ വന്ന് ഇവിടെയാണ് പൈസ അല്ലല്ലോ കൂടെ അല്ലേ വന്ന്. ഇതിൽ കൂടെയാണ് പൈസ. നമ്മൾ സിറ്റിക്ക് നേരെ പോവാം. നമ്മൾ വില്ലേജ് കണ്ട് പോകുന്നത് നല്ല സുഖമാണ്. തൂക്കുപാലൊക്കെ കേട്ടോ പൈസ വരുന്നത്. എന്തായാലും വീട്ടിൽ പോയിക്കോട്ടെ. കോയിൻസ് എന്തായാലും തോന്നായിട്ടുണ്ടോ. നമുക്ക് അങ്ങനെ ഈ ഹോം എന്നൊക്കെ കാണുന്ന ചെടിയില്ലേ അവിടെ നിൽക്കലും മതി. എൻ്റെ വീട്ടിലേക്ക് എത്തും. പക്ഷെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് പതുക്കാണ്ട് എത്തിയാൽ മതിയില്ല. കോയിൻസ് അതിൽ പൈസ ആവണ്ടേ. കോയിൻസ് അല്ല പൈസ ആവണ്ടേ. ഇവിടെ എടുത്തെത്തിക്കണതല്ലോ. ഒരു വീടിൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു വീടുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് എത്തിക്കണം. അതിൻ്റെ അപ്പുറത്തുള്ള രണ്ടാമത്തെ വീടാണ് കേട്ടോ എൻ്റെത് പൈസ വരുന്നത്. ഫസ്റ്റത്തെ വീട് ഏതാണെന്നറിയില്ല. രണ്ടാമത്തെ കാണുന്ന വീട് എൻ്റെ കേട്ടോ. പേര് നോക്കിയാൽ മതി. ഇത് മറ്റേതിൻ്റെ കേട്ടോ. നേരത്തെ വെറുതെ ഒരു ഹായ് ഒക്കെ അയച്ചു നേരത്തെ. അവൻ്റെ ഏകദേശം എൻ്റെ അതേ രൂപത്തിലായിരിക്കണം അവൻ്റെ വീട്. പക്ഷെ ഇനിയും ആവാണ്ട് എന്തായാലും എൻ്റെ വീട് എത്തിയത് നേരെ കാർ പോസ്റ്റ് അത് നോക്കി ഇട്ടിട്ട് ഇതിനോട് നമുക്ക് ഇട്ട് ഗൈസ്. സോറി ഞാൻ മറന്നുപോയി. വീടിൻ്റെ ലൈറ്റ് മൊത്തത്തിലാണ് കിടത്തിയിരുന്നല്ലോ. ഞാൻ ലൈറ്റ് അറിയാതെ ഓഫാക്കി എന്തിൽ വന്നിട്ടുണ്ട്. ലൈറ്റ് നേരത്തെ അറിയാതെ ഓഫാക്കിയത് ഞാൻ. എൻ്റെ അടുത്തിപ്പോൾ എത്ര പൈസ അതിലിപ്പോൾ എത്ര പൈസ ആയിക്കണം. എൻ്റെ അടുത്തിപ്പോൾ 11.0 മില്യനാണ്. എന്തായാലും അത്യാവശ്യം ഞാൻ എടുത്തോട്ടെ. 35.6 മില്യൺ ആയിട്ടുള്ളൂ ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും. പേ ആയിട്ടുണ്ട്. ഞാനൊന്നും കൂടി എടുത്തേന്ന്. എന്നാലും അവിടെ പോയി ഇപ്പം എത്ര അയക്കുന്നുണ്ട് ലിസ്റ്റിൽ. 41.4 ഇതായിക്കണം കേട്ടോ ലിസ്റ്റിൽ. അതായത് വീടിൻ്റെ പണി കഴിക്കാണ്ട് കുളിച്ചിട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അടിയിൽ പണി കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടൊക്കെ എത്രമാരുണ്ട് ഗൈസ്. സംഭവം ലൈറ്റിങ് ലാമ്പ് തോന്നുന്ന സാധനങ്ങൾ അതിനാണ്. പിന്നെ അതല്ല കൂടായിട്ട് തന്നെ
വീടിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അതാണ് ഗൈസ് ഒരു വണ്ടി വേണ്ടിയിരുന്നു. കാരണം അത്രയും വലിയ വീടാണ് ഗൈസ് ഇത്. ഇവിടെ നിന്ന് എന്തോ ഫ്ലോറിന് എന്തോ ഒരു പണിയില്ല. എന്തോ വിൻഡോ വുഡൻ ഫ്ലോറ് ഇനിയുണ്ടോ ഇവിടെ? എന്തോ സാധനം ഇതൊന്ന് സ്റ്റേജ് ഗൈസ്. ഗൈസ് നമുക്കുള്ള സ്റ്റേജ് കൊണ്ട് തോന്നി. എന്താ സംഭവം മനസ്സിലായില്ല. സംഭവമാണോ മറ്റുള്ളതൊന്നും തീർത്തോട്ടെ. ഇതിൽ വെള്ളം വരികയാണോ? ഇതെന്തോ ആർട്ടാ ഇത് സെറ്റായിട്ടുണ്ട്. എത്ര മണിയാണത് വേറെ? ഇതെന്താ ഗൈസ് എയർപോർട്ടാ? ഗൈസ് ഇത് ഗെയിമിങ് തന്നെ കേട്ടോ. ഗെയിമിൻ്റെ ഒരു സെറ്റപ്പാണ്. നിങ്ങൾ എൻ്റെ ഗെയിമിംഗ് റൂം കണ്ടിരിക്കണമെന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ സീരിയൽ ഗെയിമിംഗ് റൂമൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മളടുത്തൊരു ഓഫീസ് സെറ്റപ്പ് ഉണ്ട്. അതിൽ കാണിച്ചു തരാം. പൈസ ഉണ്ട് 241K ആണ് ആയിട്ടുള്ളത്. അപ്പം 5.19 ആയിട്ടുണ്ട്. ഞാൻ നോക്കാം. നമുക്ക് 3 കെട്ട് പൈസ എങ്കിലും ഇങ്ങനെ എടുത്തുക്കണം. ഇപ്പം എത്ര 5.34 മില്യൺ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ പണിയായിട്ടോ. സൗണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കുക ഗൈസ്. ചെറിയ അനിയത്തികളാണ്. ഞാൻ കുറേ പണികൾ ഇതിമ്മ കഴിച്ചാനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഗൈസ് ഇതിമെന്നാലും കുറേ ഞാൻ ഇത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കല്ലതുണ്ടായിരിക്കണം ഗൈസ്. ഞാനാണ് ഫസ്റ്റ് ഈ ഗെയിം ഇത് കളിച്ചത് തന്നെ. അപ്പോഴാണ് മറ്റുള്ളവർ ഇതിൻ്റെ മുന്നേ ഞാനറിയാതെ ഒരു കളിച്ചിരുന്നത്. ഞങ്ങൾ 30 കളിച്ചത്. പക്ഷേ ഇവരെന്ത് ചെയ്തേ ഞാൻ കാണാതെ ഇവരൊരു ദിവസം എൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. അതായത് ഗെയിമർ ബോയ് പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് വാർ കളിച്ചാൽ ഉണ്ടാവില്ല. ഡേഞ്ചർ ഗെയിമറും ഗെയിമർ ബോയും ഉണ്ടാവില്ല അധികം. പിന്നെ ഞാനും. പക്ഷെ ഞാനിവിടെ അധികം ഉണ്ടാവില്ല. പക്ഷെ ഒരു 2 അങ്ങനെ വരവ് ചെയ്യാം. ഒരു 3 ആളും ഏറ്റവും പിന്നെ കുറച്ച് ദിവസമായപ്പോൾ വന്ന് ഇതൊരു ഗെയിമർ ബോയിൻ്റെ നല്ല വലിയൊരു വീടായിരുന്നു ഗൈസ്. പക്ഷെ അവൻ്റെ അക്കൗണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് അവനക്ക് വലിയ വീടും നഷ്ടപ്പെട്ടു ഗൈസ്. കാരണം അവൻ്റെ അക്കൗണ്ട് ചെറുതായിട്ട് ഈ ഗെയിം ഡിലീറ്റായി പോയി. അവൻ്റെ അക്കൗണ്ട് പോയി പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് റെഡി ആയത്. അതും കൂടായിട്ട് ഗൈസ് ഇത് പെട്ടെന്ന് പൈസ ഉണ്ടല്ലോ ഗൈസ്. അതും കൂടായിട്ട് തന്നെ ഞാനാണെങ്കിലോ ഇതിൻ്റെ ഇനിയും തോനെ പണികൾ ഇതിമ തട്ടിക്കൂട്ടി കുറേ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അന്ന് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി മുന്നേ കയറിപ്പോയി. അവരുടെ അത്ര അപ്പം എൻ്റെത് 29 അത് ഇത്ര 49 ആയിരിക്കുന്നു. അപ്പോൾ 50.1 അങ്ങനെ എത്ര ടൈം അവരത്. പക്ഷെ എൻ്റെ മാത്രമേ കുറച്ച്. പിന്നെ ഓരോ അക്കൗണ്ട് പോയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് ഓരോ അക്കൗണ്ട് പോയപ്പോൾ ഇതിന് എൻ്റെ റെഡി ആയി. അതായത് എൻ്റെ കുറേ കൈ. പക്ഷെ ഒരാൾ മാത്രം പക്ഷെ അവിടെ ഒരാളത് പക്ഷെ എന്തായാലും ഇനി കുറേ പണി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും മറ്റേ ഗെയിമർ പോയിൻ്റ് എല്ലാ പണിൻ്റെ കൊണ്ട് ഇനിയും കുറേ കഴിച്ചാനുണ്ട്. അതും കൂടായിട്ട് തന്നെ ഗെയിമർ ബോയിൻ്റെ അക്കൗണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് അവൻ്റെ കുറേ വീഡിയോസ് അവൻ എടുത്തിരുന്നു. അതൊക്കെ അവനെ കുറേ വിടുന്നുണ്ട്. പക്ഷെ എന്തായാലും ഗൈസ് നമ്മളത് എങ്ങനെയായി. ഞാൻ ഫസ്റ്റ് എനിക്കെല്ലാം പണി ഉണ്ടായിരുന്നു.
ചേച്ചി അങ്ങനെയൊക്കെയാണ്ട് ചെയ്യാ വിചാരിച്ചിട്ട് അതങ്ങനെ വെറുതെ കിടന്ന് റൈഡും ഇതൊക്കെ തന്നെ അടിച്ചുകൊണ്ട് നിൽക്കും. ജീപ്പ് ഇതൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ഇതിൽ ഡേഞ്ചർ ഗെയിമർ എടുത്തു തന്നെ വണ്ടി ചുവപ്പ് കളറിയുന്ന വേണ്ടത് അവൻ പിന്നെ പച്ചാക്കി പിന്നെ ഗെയിമർ പോയി വേറെ എടുത്തുകൊണ്ട് അതിനെ അറിഞ്ഞിട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ നൈസിൽ വന്നെടുത്ത് ഞാൻ ഓരോരുത്തർക്ക് വലിയ ആളേക്ക് പോയതാണ്. അതായത് ഗെയിമർ ബോയിൻ്റെ വീട്ടിൽ കയറ്റി ഞാൻ അപ്പോൾ പോയത്. അപ്പോഴാണ് കണ്ടത് രണ്ടാളുണ്ടായിരുന്നു അയച്ച് അവിടെ നിന്നാണ് തിരക്കുണ്ടാക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ പോയാണ്ട് കുത്തി കൊടുത്ത് ലോകം ഒരു പെട്ട് ഇങ്ങനത്തെമാര് പണിയുണ്ട് ഗൈസ് എടുക്കണം. നല്ല പണികളുണ്ട് ഗൈസ്. നല്ല പണിയുണ്ട് ഗൈസ് ഇത് ചെയ്തെടുക്കാൻ തന്നെ. 2 മില്യൺ ആയിക്കണ് അതായത് 2 മില്യൺ ആയിക്കണം ഇപ്പോൾ 2.00 മില്യൺ ആയിക്കണ്. ഇനി ആക്കണം നമുക്കുണ്ട് പക്ഷെ എന്നാൽ പെട്ടെന്ന് ആയി കിട്ടില്ല ഗൈസ്. അതാണ് ഏറെ പ്രശ്നം. ഇതാണ് 2 ആൾക്ക് ആയിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ നമുക്ക് എല്ലാവർക്കും ഇതാക്കട്ടെ. പക്ഷെ എന്തോ പ്രശ്നം കണ്ടിട്ടെ ചില നേരത്ത് നമുക്കാണെങ്കിലോ ഇത് പറ്റൂല. അതായത് ഇനി എത്രമാരുണ്ട് ഗൈസ് നോക്ക് തോനെ കഴിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ചും കൂടി പൈസ ഇട്ടാക്കാം. ഇപ്പം നമ്മൾ ഈ വീട്ടിനുള്ളിൽ എന്ന് വെച്ചാൽ കാറ് ഡിസ്പ്ലേ ഒക്കെ കേട്ടോ അവിടെ ഒന്നുണ്ട്. ആ സൈഡിലൊന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ അതായത് കിച്ചൻ്റെ സൈഡിലൊന്നുണ്ട്. മുകളിൽ ആ കണ്ടില്ലേ പൈസ അവിടെ ഉണ്ടോന്ന്. ഇനി ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ വേറെ ഒന്നും വന്നതാണ്. തോനെ തന്നെ കാറ് ഡിസ്പ്ലേ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. തോനെ ഇതാ അവിടെയും വന്നതാണ്. ഇതാ ഗൈസ് കേട്ടോ ഇങ്ങനത്തെ തോനെ വരുന്നുണ്ട്. ഇഷ്ടമുള്ള കാറുകൾ വെക്കട്ടെ. പക്ഷെ ഞാൻ അധികം കൊണ്ട് ബെൻസ് അങ്ങനെ വെക്കല്. എനിക്കിഷ്ടം ബെൻസൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ വെറുതെ റീസെൻ്റ് വെച്ചതേന്ന്. എത്രമാതിരി പണി എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എന്തൊക്കെ ഇതാ അമ്പർലാത്തൊക്കെ വെച്ചിട്ട് ഇതെന്താ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ സെറ്റപ്പ് വരാറുണ്ട്. ഇവിടെ ഒരു ഷട്ടിൽ ബാറ്റിൻ്റെ സെറ്റപ്പ് വരാറുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ എന്തായാലും സെറ്റാക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.